നമ്മൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. കണ്ടോ, ഇവിടെയാണ് നമ്മുടെ സാധനങ്ങളൊക്കെ വരുന്ന സ്ഥലം. അപ്പം നമ്മൾ കൊച്ചിൻ പോർട്ട് കണ്ടെയ്നർ ഫ്രൈറ്റ് സ്റ്റേഷൻ ഇവിടെ വരെ എത്തി. ഇതിനകത്തോട്ട് ഇനി നമുക്ക് ഫോട്ടോഗ്രാഫി ഇല്ല കേട്ടോ. ഓക്കെ. അപ്പം നമ്മുടെ വന്ന സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ട് വെച്ചിരിക്കുകയാണ്. കണ്ടോ, ഇതിനകത്തിങ്ങനെ അറ്റയടിക്ക് വെച്ചിരിക്കുക. ഇന്നാണ് ഞങ്ങൾ വന്നേ പോയിട്ട്. ഇവിടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റി, ലോക്കൽ ഡ്രസ്സൊക്കെ മാറ്റി. അതുകൊണ്ട് ഒരാൾ ഇരിക്കുന്നതാണോ വേണ്ട പരിപാടികളെ തുടങ്ങി കഴിഞ്ഞു. എന്തുവാ ഇവിടെ വേണ്ടേ? അത് പേപ്പർ വേറെ, പ്ലാസ്റ്റിക് വേറെ ഒക്കെ ആക്കി അഴിപ്പ് നടന്നുകൊണ്ടിരിക്കുക അല്ലേ? ഏഷ്യൻ കാർഗോയിലെ അവര് പ്ലാസ്റ്റിക് വെച്ചിട്ട് പൊതിഞ്ഞിട്ടുള്ളതും അതിൻ്റെ ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. തെറ്റാണ്. അപ്പോൾ ഇങ്ങനെ ഇതെല്ലാം ഇനി ഓരോന്നോരോന്ന് നമ്മൾ എടുക്കണം. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇവിടെ ഇരിക്കുക. ഓരോന്ന് പൊട്ടിക്കുക, എടുക്കുക, വേണ്ട സ്ഥാനത്തോട്ട് വെക്കുക. അങ്ങനെയുള്ള പരിപാടികളാണ് നടക്കുന്നത്. പൊട്ടലൊന്നുമില്ല. നല്ല റാപ്പിങ്, ഓരോരോ ഐറ്റംസ് കൊണ്ടുവന്നത് ഉപയോഗിച്ചാണെങ്കിലും കളയാൻ പറ്റുമോ അല്ലേ? ഇതൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട ഐറ്റംസ് ആണ്. പല പല വ്ളോഗിലൊക്കെ ഉള്ള താരങ്ങളാണ് ഇവരൊക്കെ. കുറെ വർഷങ്ങളായിട്ട് നമ്മുടെ കൂടെ ഉള്ളവരല്ലേ, ഇവരെ കളഞ്ഞിട്ട് വരാൻ നമുക്ക് മനസ്സ് തോന്നിയില്ല. രാത്രി ഞങ്ങൾ കുറേ പണിഞ്ഞു. ഇനിയിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ട ഫർണിച്ചറിൻ്റെ എല്ലാം വന്നത് നമ്മളിങ്ങനെ ഊരി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതെല്ലാം അഴിച്ചെടുത്തിട്ട് വേണം നമുക്ക് കാർപ്പൻ്ററിനെ വിളിക്കാൻ. അതുകൊണ്ടോ ഇതെല്ലാം ഇങ്ങനെ ഓരോന്നോരോന്നോരോന്നായിട്ട് നമ്മൾ അഴിച്ചെടുത്തുകൊണ്ടിരിക്കുക. കുറേ ഐറ്റംസ് പൊട്ടിയിട്ടുണ്ട്. തടിയുടെ ഐറ്റംസാണ് പൊട്ടിയത്. ഗ്ലാസ്സൊന്നും അങ്ങനെ പൊട്ടിയില്ല. നോക്കട്ടെ, ഓരോന്ന് നമ്മുടെ ബൈലോഗ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. രാവിലെ രണ്ടുപേര് വിളിച്ചുകൊണ്ട് വന്നതാണ് ടൂട്ടിക്ക്. ഇങ്ങനെ ഇത്രയൊക്കെ ആയി കാര്യങ്ങൾ. ചിലതിൻ്റെ ഒന്നും ആണി കാണുന്നില്ല. ഇവിടെ ഒരു ബോക്സിനകത്ത് കാണാം. നമ്മുടെ സുൽത്താന്റെ ഫോട്ടോ ആണ് ഇവിടെ കുറച്ചൊന്നും പൊട്ടി. നമ്മുടെ പ്രിയപ്പെട്ട ഒരു ഫോട്ടോ അല്ലേ? ഇവിടെ പ്രിയപ്പെട്ട സുൽത്താൻ. നമ്മുടെ സലാലയുടെ പല പല ഓർമ്മകളാണ് കണ്ടോ. വിശിഷ്ടമായ സാധനങ്ങളാണ് ഇതൊക്കെ. ഇത് കണ്ടോ, അടിപൊളി. സുഹൈല് നമുക്ക് ഗിഫ്റ്റ് തന്ന വടി. പിന്നെ ഇതൊക്കെ നമ്മളവിടുത്തെ ഓർമ്മകളാണ്. നമ്മുടെ വാദ്യോപകരണങ്ങൾ വന്നിട്ടുണ്ട്. അടിപൊളി. ഇവിടെ ഇച്ചിരി കേടുപാടുണ്ടല്ലേ? സ്ക്രാച്ച് വന്നല്ലേ? ഈ പ്ലാസ്റ്റിക്കിനെ ഒഴിവാക്കാനാ ഇപ്പം ഇനി പ്രയാസം അല്ലേ? അതാണ് പ്രശ്നം. ഹരിതകർമ്മ സേന അവിടാണ് ഈ ചുരുട്ടി കൊണ്ടുവന്ന് നമുക്ക് അവിടെ ഇട്ടാൽ മതി. ഇതിപ്പോ ഹരിതകർമ്മ സേനയ്ക്ക് കൊടുക്കണം. ഓരോന്നിനകത്ത് കൊണ്ടുവെക്കുവാണ് ചെറുതായിട്ട്. ഇനിയിപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കട്ടെ. ഒരാൾ കണ്ടോ കറ്റം മരിക്കുന്ന കണ്ടോ? പ്ലാസ്റ്റിക് എല്ലാം കൂടെ കർഷകരാണ് ഞങ്ങൾ, കർഷകർ, പ്ലാസ്റ്റിക് കർഷകർ. കവറിനകത്ത് കയറ്റി നിറച്ച് വെക്കും. അതുകൊണ്ട് ഒരു കവർ നിറച്ച് ഇവിടെ ഒരു കവർ നിറച്ചുകൊണ്ടിരിക്കുന്നു. അവർക്ക് പ്ലാസ്റ്റിക് മാത്രമായിട്ട് നമ്മൾ ഓരോ കവറിൽ കൊടുക്കണം. അത് ഇവിടെ ഓരോ മാസം അവർ വരും. അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ ചാർജാണ്. ആ ചാർജ് നമ്മൾ കൊടുത്തിട്ട് അവർ ഓരോ കവറ് പീസ് നിറയെ കൊണ്ടുപോകും. പ്ലാസ്റ്റിക് മാത്രം. ബോക്സിനകത്തൊക്കെ വെച്ച സാധനങ്ങൾ സുരക്ഷിതമായിട്ട് ഞങ്ങളുടെ ഗ്ലാസ് സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുറേ സാധനങ്ങളൊക്കെ പൊട്ടുകയും പൊളിയൊക്കെ ചെയ്തത് കണ്ടിരിക്കുന്നു. പൊട്ടിയ സാധനങ്ങളൊക്കെ ഇതിനകത്ത്. പേപ്പറും ഉണ്ട് കേട്ടോ. ഇത്രയൊന്നും ഇല്ല, അതിശയോക്തി പറഞ്ഞതേ ഉള്ളൂ. ഇതിനകത്ത് താഴോട്ട് പോകുമ്പോൾ പൊട്ടിയ ഗ്ലാസ് ഒക്കെ ഉണ്ട് അല്ലയോ? ഇവിടുന്ന് പൊട്ടിയതാ നമ്മളെ ചേട്ടന്മാരുടെ അഭ്യാസ പ്രകടനങ്ങൾ.
ഞങ്ങൾ അങ്ങനെ ഒരു കടയിൽ ഇവിടെ എത്തിയിരിക്കുകയാണ്. എന്തിനാണെന്നറിയാമോ? നമ്മളെ പൊട്ടിപ്പോയ സാധനമായിട്ട് നമ്മൾ വന്നതാണ്. നമുക്ക് വളരെ പ്രിയപ്പെട്ട 2 ഫോട്ടോസിലായിരുന്നു. വേണ്ട കിടക്കുന്നു കണ്ടോ, ഇതുപോലെ പൊട്ടിപ്പോയി കണ്ടോ, തവിട് പൊടിയായി പോയി. ഇത് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സുൽത്താൻ്റെ ഫോട്ടോ, അതും ഈ പറഞ്ഞ പോലെ പൊട്ടി. അപ്പം ഇത് രണ്ടും നമുക്കൊന്ന് റെഡിയാക്കി എടുക്കണം. അപ്പം ഇതിൻ്റെ ഫ്രെയിം പിന്നെയും കിട്ടി, മറ്റേതിൻ്റെ ഫ്രെയിം എല്ലാം പോയി. അപ്പോൾ ഇതാണ് നമ്മുടെ ജോയിച്ചാൻ ഇവിടുത്തെ ഒരു എക്സ്പേർട്ട് ആളാണ്. ഈ പള്ളിക്കര എന്ന് പറയുന്ന സ്ഥലത്താണിത്. അപ്പോൾ 2 പേരും കൂടാണ്, ഹസ്ബൻഡ് ആൻഡ് വൈഫുണ്ട്. 2 പേരുമാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇദ്ദേഹം പ്രൊഫഷണലായിട്ട് ഇത് ചെയ്യുന്ന ഒരാളെ ഞാൻ കണ്ടെത്തി. അപ്പോൾ ഇവിടെ നമ്മൾ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ അച്ഛാ ഓക്കെ, ശരി എന്നാ. നമ്മുടെ പൊട്ടിയ ഫോട്ടോ അടിപൊളിയാക്കി എടുക്കാച്ചിയാക്കിയിട്ടുണ്ട്. സൂപ്പറായിട്ട് തന്നെ ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇത് ചെയ്ത ആളാണ് ഇരിക്കുന്നത്, അദ്ദേഹത്തിന്റെ കടയാണ്. കടയുണ്ടോ? അടിപൊളി ഫോട്ടോസൊക്കെ നല്ല അടിപൊളിയായിട്ട് ഫ്രെയിം ചെയ്യും. അപ്പൊ ഇതൊരു ഫോട്ടോ ആയിരുന്നു നമ്മുടെ പൊട്ടിയത്. നമുക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ഫോട്ടോ ആയിരുന്നു. അതുപോലെ തന്നെ ഒരു സാധനങ്ങളോട് ഞാൻ കാണിക്കാം. അടുത്തത് നമ്മുടെ പൊട്ടിയ ഫോട്ടോ ഇതായിരുന്നു. എന്താ അതേ ഫ്രെയിമിലൊക്കെ വെച്ച് നിലനിർത്തി ചെയ്ത് ഇതിന്റെ ഫ്രെയിം മാറ്റിയിട്ടുണ്ട്. നല്ല അടിപൊളി ഫ്രെയിം കിട്ടി നമുക്ക്. അതിന് ആപ്റ്റായിട്ടുള്ള ഫ്രെയിമൊക്കെ സെലക്ട് ചെയ്ത് ഇത് നമ്മുടെ അതേ ഫ്രെയിം തന്നെ ആയിരുന്നു, സുൽത്താന്റെ ഫ്രെയിം. നമ്മുടെ പ്രിയപ്പെട്ട അതെല്ലാം ഒരുപാട് കുപ്പിച്ചിലൊക്കെ അതിലൊക്കെ വീട് പൊടിയായതായിരുന്നു. അപ്പം നല്ല ഒരു സ്ഥലമാണ്. നമ്മുടെ പള്ളിക്കര എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെയാണ്. ട്രിനിറ്റി പിക്ചേഴ്സ് എന്നാണ്. നമ്മുടെ പള്ളിക്കരയിൽ നിന്ന് നമ്മൾ അമ്പലമുകളിലോട്ടൊക്കെ പോകുന്ന വഴിയിലാണിത് അല്ലേ? മോളക്കാല ജംഗ്ഷൻ. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ പേര് മിസ്റ്റർ ജോയി. ഇദ്ദേഹമാണ് ഇത് ചെയ്യുന്നത്. പ്രൊഫഷണൽ ആയിട്ട് ഇതായിട്ടുള്ള ഫ്രെയിം വർക്ക്, അതുപോലെ തന്നെ ഈ ഇതിലെല്ലാം ലൈറ്റ് ഒക്കെ ഉള്ള നല്ലതായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഫോട്ടോസാണ്. എല്ലാ ഡിവൈൻ ആയിട്ടുള്ള എല്ലാ ഫോട്ടോസും ചെയ്യൂടെ. അത് മാത്രമല്ല, നിങ്ങൾ ഫോട്ടോസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർ അതുപോലെ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ അത് ചെയ്തു തരും. നമ്മൾ കൊടുക്കാം, നമുക്ക് ഫോട്ടോസ് കൊണ്ട് കൊടുത്താൽ മതി. ഫോട്ടോസ് കൊടുത്തു കഴിഞ്ഞാൽ അതേപോലെ ഡിസൈൻ ചെയ്ത് നല്ലതായിട്ട് ചെയ്തു തരും. അപ്പൊ ഞങ്ങൾ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. അടിപൊളിയായിട്ട് ചെയ്തു.